പൊളിമിക്സ് ആരംഭിക്കുകയാണ്. ഏവർക്കും സ്വാഗതം. നവോത്ഥാനത്തിൻ്റെ നവരസങ്ങൾ തേടുകയാണ് പൊളിമിക്സ്. കാണാം, നവോത്ഥാനത്തിൻ്റെ നാനാർത്ഥങ്ങൾ കാണാം. ആദിവാസി ക്ഷേമ സമിതിയും കോടിയേരി ബാലകൃഷ്ണൻ മൂപ്പരും തമ്മിൽ എന്ത് എന്നായിരിക്കും സുകുമാരൻ നായരുടെ സംശയം. പറയാം, മതിൽ പണിക്ക് ആളെ നോക്കാൻ ഇറങ്ങിയതാണ് കോടിയേരി, നവോത്ഥാനം സംരക്ഷിക്കാനുള്ള മതിലിൻ്റെ പണിക്ക്. ഇതിനിടയാക്കിയത് എന്താണ്? ശബരിമലയിലെ വനിതാ പ്രവേശനം, യുവതി പ്രവേശനം. ആ യുവതി പ്രവേശനവും നവോത്ഥാനമായിട്ട് എന്താ ബന്ധം? നവോത്ഥാനം എന്ന് പറഞ്ഞാൽ അനാചാരങ്ങൾ അവസാനിപ്പിക്കുക എന്നുള്ളതാണ്. ശബരിമലയെ ആചാരം എത്രയോ വർഷങ്ങളായിട്ട് തുറന്നു വരുന്നതാണ്. അതെങ്ങനെ അനാചാരവും ദുരാചാരമാകുന്നത്? അതും നവോത്ഥാനമായിട്ട് എന്നാ ബന്ധം? അത്തരം ചോദ്യങ്ങൾ ഇന്ന് ചോദിക്കുന്നത് നിരർത്ഥകമായ ചോദ്യങ്ങളാണ്. സ്ത്രീകളും പുരുഷന്മാരും ഒന്നിച്ച് സാമൂഹ്യ രംഗത്ത് ഇറങ്ങണമെന്നാണ് മന്നത്ത് പത്മനാഭൻ ഉദ്ഘോഷിച്ചത്. ആ സ്ത്രീ വിവേചനത്തിനെതിരായി നടത്തുന്ന ഒരു പോരാട്ടമാണ് ഇന്ന് കേരളത്തിൽ നടന്നിരിക്കുന്ന ഈ വലിയ മുന്നേറ്റവും സ്ത്രീകളുടെ മതിൽ എന്നൊരാശയത്തിലേക്ക് അതിപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നത്. അതു ശരി, അങ്ങനെയാണ്. മന്നത്തപ്പനെ മനസ്സിൽ വെച്ചാണ് കോടിയേരി ബാലകൃഷ്ണക്കുറുപ്പ് ചങ്ങനാശ്ശേരി കളരിയിലേക്ക് അംഗത്തിന് വന്നിട്ടുള്ളത്. മന്നത്ത് പത്മനാഭൻ ഇന്നുണ്ടായിരുന്നുവെങ്കിൽ അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളായ സ്ത്രീകളോട് പറയുമായിരുന്നു, ഞാൻ ജനുവരി 1 4 മണിക്ക് ആ മതിലിൽ പോയി പങ്കെടുക്കണമെന്ന്. മന്നത്ത് പത്മനാഭൻ ഇന്ന് ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളെ ഉപദേശിക്കുമായിരുന്നു. എന്നാൽ പിന്നെ എല്ലാവരെയും കൂടെ പങ്കെടുപ്പിച്ചുണ്ടാക്കാൻ. നവോത്ഥാനമാണെങ്കിൽ വനിതകളെ മാത്രം എന്തിനാണ് പങ്കെടുപ്പിക്കുന്നത്? നവോത്ഥാനം വനിതകൾക്ക് മാത്രം പോരല്ലോ. വനിതകൾ മതിലായി മാറുമ്പോൾ പുരുഷന്മാർക്ക് വേറെ പണിയുണ്ട്. അത് മേസ്ത്രി പറയും. ഇതിൽ സ്ത്രീകളാണ് ഈ മതിൽ തീർക്കുന്നതെങ്കിലും പുരുഷന്മാർ നോക്കി നിൽക്കരുത്. പുരുഷന്മാർ ഈ സ്ത്രീകളെ മുഴുവൻ ഈ മതിൽ തീർക്കുന്ന സ്ഥലത്തേക്ക് പുരുഷന്മാർ അവരെ കൈപിടിച്ചെത്തിക്കണം. സ്ത്രീകളുടെ ഒപ്പം പുരുഷന്മാർ അവർക്ക് പിറകിലുണ്ടാകണം. എന്ന് വെച്ചാൽ ഒരു മതിൽ പണിയാനുള്ള സ്വയം പര്യാപ്തത കേരളത്തിലെ വനിതകൾക്ക് ഇപ്പോഴും ആയിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. കൈ പിടിച്ച് അവിടെ എത്തിക്കണം. മതിൽ പുരുഷന്മാർ പിന്നിൽ നിന്ന് താങ്ങണം. സ്ത്രീകളും പുരുഷന്മാരും ഒന്നിച്ച് സാമൂഹ്യ രംഗത്ത് ഇറങ്ങണമെന്നാണ് മന്നത്ത് പത്മനാഭൻ ഉദ്ഘോഷിച്ചത്. ആ സ്ത്രീ വിവേചനത്തിനെതിരായി നടത്തുന്ന ഒരു പോരാട്ടമാണ് ഇന്ന് കേരളത്തിൽ നടന്നിരിക്കുന്ന ഈ വലിയ മുന്നേറ്റവും സ്ത്രീകളുടെ മതിൽ എന്നൊരാശയത്തിലേക്ക് അതിപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നത്. നവോത്ഥാനമാണ് ലക്ഷ്യമെങ്കിൽ ഹൈന്ദവ സമുദായ സംഘടനാ നേതാക്കളെ, അതും നവോത്ഥാന പാരമ്പര്യമുള്ള നേതാക്കളെ വിളിച്ച് ആക്ഷേപിക്കാനുള്ളൊരു ശ്രമമായിരുന്നു നടന്നത്. അത് തിരിച്ചറിഞ്ഞ നായർ സർവീസ് സൊസൈറ്റി അതിൽ പങ്കെടുത്തില്ല. തന്നെയുമല്ല, അത് ഈ രാജ്യത്ത് വിഭാഗീയത ഉണ്ടാക്കും എന്നറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ അതിനകത്ത് പങ്കെടുക്കാതിരുന്നിട്ടുള്ളത്. ഇതെങ്ങനെയാണ് ഇത്തരത്തിൽ ഒരു വർഗീയ മതിലായിട്ട് മാറുന്നത്? മതനിരപേക്ഷത എന്നത് പറയുന്നത് വർഗീയ ചിന്താഗതിയാണെന്ന് പ്രചരിപ്പിക്കുകയാണ്. ഇത് മുസ്ലിമുകളും ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും ഒരു മതത്തിലും പെടാത്തവർ പങ്കെടുക്കുന്ന മനുഷ്യരുടെ ഒത്തുചേരലാണ് ഈ ജനുവരി മാസം 1-ാം തീയതി ഉണ്ടാകുന്ന ഈ സ്ത്രീകളുടെ ഈ മതിൽ. ഇത് ലോകശ്രദ്ധ ആകർഷിച്ച ഒരു സംഭവമായിട്ട് മാറിയിരിക്കുകയാണ്. ലോകത്ത് ഇത്തരം സംഭവങ്ങൾ വേറെ എവിടെയും നടന്നിട്ടില്ല. അത് ശരിയാ. കേരളത്തിൽ അരങ്ങേറുന്ന തരം തമാശകൾ ലോകത്ത് മറ്റൊരിടത്തും ഉണ്ടാവില്ല. ഇങ്ങനെയൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ലോകത്ത് എവിടെയെങ്കിലും ഉണ്ടാകുമോ? ഇങ്ങനെയൊരു സർക്കാർ
ലോകത്തെവിടെയെങ്കിലും മതിൽ പണിഞ്ഞിട്ടുണ്ടാവും. അല്ലാതെ സമ്മർദ്ദത്തിൽ കൂടെയാണ് ഇത് നടത്തുന്നത്. സർക്കാരിൻ്റെ സർവ്വ ശക്തിയും ഉപയോഗിച്ച് സമ്മർദ്ദത്തിലൂടെയാണ് ഇത് നടക്കുന്നതെന്നുള്ളതിൻ്റെ തെളിവ് ഞങ്ങളുടെ കയ്യിലുണ്ട്. ഞങ്ങളൊക്കെ സ്കൂളും കോളേജും അതുപോലുള്ള സ്ഥാപനങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകളില്ലേ, ഇവരുടെ ചീഫ് സെക്രട്ടറിയുടെ സർക്കുലറും ജില്ലാ ഓഫീസർമാരുടെ സർക്കുലറുകളും ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് മേലധ്യക്ഷന്മാരുടെ സർക്കുലറും ഒക്കെ ഞങ്ങളുടെ കിട്ടുന്നുണ്ട്. ഞങ്ങൾ നോക്കുന്നുണ്ട്. അതിനകത്ത് നിർബന്ധമായിട്ടും പങ്കെടുക്കണം എന്നാണ് പറയുന്നത്. എവിടെയാ ഇത്, എന്തിനു വേണ്ടിയാണ് ഇതിങ്ങനെ ചെയ്യുന്നത്? അങ്ങനെയാണോ ഒരു നവോത്ഥാനം ഉണ്ടാക്കേണ്ടത്? അങ്ങനെയൊന്നും ചോദിക്കാൻ പാടില്ലാത്തതാണ്. ഈ മതില് വേറെ ലെവലാ. ഈ ജനുവരി 1-ന് കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന ഒരു സ്ത്രീ ഈ വനിതാ മതിൽ പങ്കെടുക്കാൻ സാധിക്കാതെ പോയാൽ ചരിത്രം നാളെ അവരോട് ചോദിക്കും, നിങ്ങൾ എന്തുകൊണ്ട് ഇതിൽ പങ്കെടുത്തില്ല? അവർ നിങ്ങളെ കുറ്റക്കാരാണെന്ന് വിധിക്കും. പ്രളയ ഫണ്ടിലേക്ക് ശമ്പളം ഒഴിഞ്ഞു വെക്കാത്തവരോട് മക്കൾ ചോദിക്കും എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ ശാപം. ഇതിപ്പോൾ സ്ത്രീകളോട് ചരിത്രം ചോദിക്കും എന്നാണ്. ഇത് കുറച്ച് കടുപ്പമാണ്. അത് പേടിച്ച് സ്ത്രീകളൊക്കെ മതിലായേക്കും. എന്നാൽ വനിതാ മതിലിൽ വിള്ളലുണ്ടാക്കണം എന്നാഗ്രഹിക്കുന്നവർ മറ്റൊരു സംഘം ഇവിടെ നടത്താൻ ശ്രമിക്കുന്നുണ്ട് എന്ന വസ്തുത നിങ്ങൾ ഓർക്കണം. അത് ഈ ജനുവരി മാസം 26-ന് ശബരിമല കർമ്മസമിതി ഒരു അയ്യപ്പ ജ്യോതി സംഘടിപ്പിക്കുന്നുണ്ട്. ഈ ജനുവരി 26-ന് ശബരിമല കർമ്മസമിതി സംഘടിപ്പിക്കുന്ന അയ്യപ്പ ജ്യോതി RSSൻ്റെ പരിപാടിയാണത്. ശബരിമല കർമ്മസമിതി RSS രൂപീകരിച്ചിരിക്കുന്ന കർമ്മസമിതിയാണ്. ആ കർമ്മസമിതിയുടെ പരിപാടിയിൽ പങ്കെടുക്കാമെന്നാണ് ഈ വനിതാ മതിൽ പങ്കെടുക്കാൻ പാടില്ല എന്ന് ആഹ്വാനം ചെയ്യുന്ന NSS ഈ ശബരിമല കർമ്മസമിതിയുടെ പരിപാടിയിൽ പങ്കെടുക്കണം എന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ജനുവരി 26-നല്ലല്ലോ, ഡിസംബർ 26-നല്ലേ അയ്യപ്പ ജ്യോതി? ഡിസംബർ 26 എന്ന് പറയുന്നത് ശബരിമലയെ സംബന്ധിച്ചും ഹിന്ദു വിശ്വാസികളെ സംബന്ധിച്ചും ഒരു നല്ല ദിവസമാണ്. അന്ന് ഈശ്വരപരമായ കാര്യം ആര് ചെയ്താലും വിശ്വാസികൾ അതിനകത്ത് സഹകരിക്കുന്നതിൽ തെറ്റില്ല. അതാര് ചെയ്യുന്നു, എന്തിനു ചെയ്യുന്നു എന്നുള്ളതല്ല. വിശ്വാസത്തിൻ്റെ പേരിൽ ആ സുദിനത്തിൽ അയ്യപ്പനെ ധ്യാനിച്ചുകൊണ്ട് ആര് നടത്തിയാലും അതിൽ വിശ്വാസികൾ പങ്കെടുക്കുന്നതിൽ ഒരു തെറ്റും ഇല്ല എന്നുള്ള അഭിപ്രായമാണ് NSSനുള്ളത്. അപ്പോൾ RSS നടത്തുന്ന ശബരിമല കർമ്മസമിതിയിൽ പങ്കെടുക്കാൻ എങ്ങനെയാണ് NSS അനുവാദം കൊടുക്കുന്നത്? NSSനെ RSS വിഴുങ്ങാൻ പോവുകയാണ്. ഇത് NSS നേതൃത്വം ജാഗ്രത കാണിക്കണം. NSS അതിന് ആഹ്വാനം ചെയ്യുന്നൊന്നുമില്ല. NSSൻ്റെ അഭിപ്രായം പറഞ്ഞു എന്നുള്ളൂ. അതാര് നടത്തിയാലും അതിൽ പോകും, അത് സംശയമില്ല. വിശ്വാസമാണ് വലുത്. NSSൻ്റെ ആദരണീയായ ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ, അദ്ദേഹം മന്നത്ത് പത്മനാഭൻ ഉയർത്തിപ്പിടിച്ച പാരമ്പര്യമാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ ഉയർത്തിപ്പിടിക്കേണ്ടത്. മന്നത്ത് പത്മനാഭൻ്റെ പാരമ്പര്യം തന്നെയാണല്ലോ സുകുമാരൻ നായർ ഉയർത്തിപ്പിടിക്കുന്നത്. 1959-ൽ ഒന്നാം EMS ഗവൺമെൻറ്റിനെ വിമോചന സമരം കൊണ്ട് പൊറുതിമുട്ടിച്ച മന്നത്ത് പത്മനാഭൻ്റെ അതേ പാരമ്പര്യം അതുതന്നെയല്ലേ സുകുമാരൻ നായർ ഉയർത്തിപ്പിടിക്കുന്നത്. അപ്പോൾ പറഞ്ഞു വരുന്നത് NSS നേതൃത്വത്തിൻ്റെ നിലപാടിനെ കുറിച്ചാണല്ലോ. NSSൻ്റെ നേതൃത്വം തന്നെ ഇന്ന് സ്വീകരിക്കുന്ന നിലപാട് തിരുത്തണം. അവർ ഇന്ന് സ്വീകരിക്കുന്ന നിലപാട് ആത്മഹത്യാപരമായ നിലപാടാണെന്ന് അവർ തിരിച്ചറിയണം. അതിനുവേണ്ടി അവർ ഇപ്പോൾ മുഖ്യമന്ത്രിയെ കടന്നാക്രമിക്കുകയാണ്. മുഖ്യമന്ത്രിയിൽ കൂടെ അല്ലേ ധാർഷ്ട്യം വരുന്നത്, അല്ലാതെ ഇപ്പം താഴെ ഇരിക്കുന്നവരാരെങ്കിലും പറഞ്ഞാൽ ഈ നടപടി ഉണ്ടാകും. അതുകൊണ്ട് നമുക്കതെല്ലാം കൂടെ മുഖ്യമന്ത്രിയിലേക്ക് തന്നെ ഇത് ചെയ്യാം. കണ്ണുരുത്തലും ഭീഷണിപ്പെടുത്തലും ഒക്കെ അത് കണ്ട് വേവലാതിപ്പെടുന്നവരോടല്ലേ ചിലവാകൂ, അല്ലാത്തവരോട് കണ്ണുരുട്ടിയിട്ട് കാര്യമുണ്ടോ? ധാർഷ്ട്യമാണ്, അതാണ് ഇതിനകത്തെ മുഴുവൻ കാരണം. ആരെ അംഗീകരിക്കാൻ തയ്യാറല്ല. ഞങ്ങളൊന്ന് തീരുമാനിച്ചു, അത് ഞങ്ങൾ നടപ്പാക്കും എന്നുള്ളതാണ്. അതിൻ്റെ ഫലം അവരനുഭവിക്കും, ഒരു സംശയമില്ല. എന്തിനു വേണ്ടിയാണ് മുഖ്യമന്ത്രി ധാർഷ്ട്യം പ്രകടിപ്പിക്കുന്നത്? സ്ത്രീ പുരുഷ സമത്വത്തിന് വേണ്ടിയാണ് ധാർഷ്ട്യം. എനിക്ക് മറുപടിയില്ല അതിനകത്ത്. ക്ഷേത്രത്തിൽ പ്രവേശനം സ്ത്രീകൾക്ക് കൊടുക്കാൻ തീരുമാനിച്ചപ്പോൾ അത് ഞങ്ങൾ കൊടുക്കാൻ അനുവദിക്കുകയില്ല എന്ന നിലപാടാണോ ഒരു മുഖ്യമന്ത്രി സ്വീകരിക്കേണ്ടത്? അത്തരം നിലപാടുകൾ സ്വീകരിക്കുന്നതിനെ ധാർഷ്ട്യമെന്ന് വിളിച്ച് മുഖ്യമന്ത്രിയെ വ്യക്തിപരമായി ഒറ്റതിരിഞ്ഞാക്രമിച്ച് ഇതിന് ശ്രദ്ധ തിരിച്ചുവിടാം എന്ന് ഇവർ കരുതരുത്. ഇതെപ്പോഴും അവർ പരാജയപ്പെടുമ്പോൾ, നിലപാടുകൾ ജനങ്ങൾ അവർക്കെതിരായി സ്വീകരിക്കുമ്പോൾ മുഖ്യമന്ത്രി ഒറ്റതിരിഞ്ഞാക്രമിച്ച് വിമർശിച്ച്
അതിൽ നിന്ന് രക്ഷപ്പെടാമെന്നുള്ള ധാരണയുടെ ഭാഗമായിട്ടാണ് ഇന്നലെ NSSൻ്റെ ജനറൽ സെക്രട്ടറി ഇത്തരമൊരു പരാമർശം നടത്തിയിട്ടുള്ളത്. അത്തരത്തിലുള്ള സമീപനമല്ല NSSൻ്റെ ഭാഗത്ത് നിന്ന് കേരളം പ്രതീക്ഷിക്കുന്നത്. NSSനെ പാട്ടിലാക്കാൻ മുഖ്യമന്ത്രിയും സർക്കാരും വല്ലതും ചെയ്തിട്ടുണ്ടെങ്കിൽ അതങ്ങ് ഗോപി വരച്ചാൽ മതി. ചങ്ങനാശ്ശേരിയിൽ ഇതേ കിട്ടും. അല്ല, ഇപ്പോഴേ ഞാൻ ഈ ശൈലി ഇപ്പോഴാണ് കാണുന്നത്, അത്രേ ഉള്ളൂ. അദ്ദേഹം മുഖ്യമന്ത്രി ആയത് ഇപ്പോഴല്ലേ ഉള്ളൂ. നമുക്ക് പാർട്ടി സെക്രട്ടറി അല്ലേ. പാർട്ടി സെക്രട്ടറി എന്ത് ചെയ്താലും നമുക്കതിനെപ്പറ്റി പറയാനൊക്കും, വ്യാഖ്യാനിക്കാനൊക്കും. മുഖ്യമന്ത്രി എന്ന് പറഞ്ഞ ഒരു ജനപ്രതിനിധിയാണ്, ഈ രാജ്യത്തിൻ്റെ അഡ്മിനിസ്ട്രേറ്ററാണ്. ആ അഡ്മിനിസ്ട്രേറ്റർ എന്നുള്ള നിലയിലല്ല ഇവിടുത്തെ ജനങ്ങളെ കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളത് വ്യക്തമാക്കി കഴിഞ്ഞു. സ്ത്രീകളുടെ മുന്നേറ്റത്തിന് വേണ്ടി ഏറ്റവും ശക്തമായി പ്രവർത്തിച്ച സാമൂഹ്യ പരിഷ്കർത്താക്കായിരുന്നു മന്നത്ത് പത്മനാഭൻ. ആ മന്നത്ത് പത്മനാഭൻ നേതൃത്വം കൊടുത്ത സംഘടനയുടെ ഇപ്പോഴത്തെ നേതൃത്വം സ്വീകരിക്കുന്ന സമീപനം യാഥാസ്ഥിക സമീപനമാണ്. ഇപ്പോൾ കുറേ നവോത്ഥാന നേതാക്കൾ മുന്നോട്ട് ഇറങ്ങി തിരിച്ചിരിക്കുന്നതിൻ്റെ പിന്നിൽ അത് ഞാൻ പറഞ്ഞില്ലേ, ഒരു ഓമനപ്പേരെന്ന് പറയുന്നതിൻ്റെ പ്രധാന കാരണം ലക്ഷ്യം ഈ ശബരിമലയിലെ യുവതീ പ്രവേശനം സംബന്ധിച്ച് ഇവിടുത്തെ വിശ്വാസവും ആചാരവും അനുഷ്ഠാനങ്ങളും ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തന്ത്രമാണ് സർക്കാരിൻ്റെ എന്ന് ഉറപ്പിച്ചു പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പറഞ്ഞ പോലെ ഇതൊരു സർക്കാർ പരിപാടിയാണല്ലോ. എല്ലാ സർക്കാർ പരിപാടിയും പോലെ ഇതും സർക്കാർ ചെലവിലായിരിക്കുമല്ലോ. സർക്കാരിൻ്റെ ഒരു നയാ പൈസ പോലും ഞങ്ങൾ ഇക്കാര്യത്തിൽ സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഗവൺമെൻറ് ഒരു പൈസ പോലും ഇല്ലാതെ വനിതകൾ ഈ കേരളത്തിൽ മതിൽ നിർമ്മിക്കും. സ്ത്രീകൾ തന്നെ അവിടെ എത്തിച്ചേരും. അതിന് സർക്കാരിൻ്റെ ഒരു നയാ പൈസയും ഇതിനാവശ്യമില്ല. ഇത് സർക്കാർ സംഘടിപ്പിക്കുന്നൊരു പരിപാടിയല്ല. സർക്കാരിന് പുറത്തു നിൽക്കുന്നവർക്ക് ഇങ്ങനെയൊക്കെ പറയാം. എന്നാൽ സർക്കാർ എന്ന മതിലിൻ്റെ ഭാഗമായ മന്ത്രിമാർക്കറിയാം ഇതൊരു സർക്കാർ പരിപാടിയാണ് എന്ന്. അതുകൊണ്ടാണല്ലോ അവർ കലക്ട്രേറ്റുകളിൽ ചെന്ന് അവലോകന യോഗങ്ങൾ കൂടുന്നത്. അതുകൂടും ഗവൺമെൻറ് അംഗീകരിച്ചപ്പം ഔദ്യോഗിക പരിപാടിയാക്കി അംഗീകരിച്ചിട്ടുണ്ട്. ഇന്ന് കൂടുന്നുണ്ട്. ഞാൻ കളക്ട്രേറ്റിലേക്ക് പോകില്ലേ, അതിനല്ലേ വന്നത്. അപ്പോൾ അതെല്ലാം കൂടും, അതെല്ലാം ഞങ്ങൾ നടത്തും. അപ്പോൾ അതിന് പൈസയൊന്നും സർക്കാരിൻ്റെ ഖജനാവിൽ നിന്ന് മുടക്കാതെ ഇത് സഹകരിക്കുന്ന ആളുകൾക്ക് ഇതിന് ആംബിയറുള്ളവരാണ് പൈസ ഉണ്ടാക്കാനും മുടക്കാനും എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തവരാണെന്നറിയോ. അതുകൊണ്ടല്ലോ ചിരിച്ച് വെളികെട്ട് പോകരുത്. കണ്ടു, ഇതിനൊക്കെ പൈസ ഉണ്ടാക്കാൻ ആംബിയർ ഉള്ളവർക്ക് നവകേരളത്തിന് പൈസ ഉണ്ടാക്കാൻ ആംബിയർ ഇല്ലേ എന്നൊന്നും ചോദിക്കരുത്. ചോദിച്ചാൽ സംസ്ഥാന വിരുദ്ധമാകും. തിരുവനന്തപുരം ജില്ലയിലെ സംഘാടന ചുമതലയുള്ള ഒരു മന്ത്രിയാണ് ഞാൻ. എൻ്റെ അനുഭവത്തിൽ ജില്ലയിൽ വലിയ തോതിലുള്ള സ്ത്രീ പങ്കാളിത്തം ഉറപ്പുവരുത്തുന്ന ഒരു മഹത്തായിട്ടുള്ള സ്ത്രീ ശാക്തീകരണ പ്രസ്ഥാനമായിട്ടും വേദിയായിട്ടും വനിതാ മതിൽ മാറാൻ വേണ്ടി പോവാം. അങ്ങനെ വരുമ്പോൾ കോടിയേരി സഖാവ് പറഞ്ഞതുപോലെയല്ല, സംഗതി സർക്കാർ പരിപാടി തന്നെ. അല്ലെങ്കിൽ മന്ത്രിമാർക്ക് ജില്ല തോറും ചുമതല കൊടുക്കില്ലല്ലോ. അപ്പോൾ പറഞ്ഞു വരുന്നത് നവോത്ഥാനം കൊണ്ടുണ്ടായ ഗുണങ്ങളാണല്ലോ. സംഗതി ഏറ്റിട്ടുണ്ട്. ഈ കേരളത്തിൽ ഇപ്പോൾ ഒരു ഉണർവ് എല്ലാ ഭാഗത്തും വന്നിരിക്കുകയാണ്. ജനങ്ങൾ ഉണർന്നിരിക്കുന്നു. സ്ത്രീകൾ ഉണർന്നു കഴിഞ്ഞിരിക്കുകയാണ്.
ജനങ്ങൾ ഉണർന്നിരിക്കുന്നു. സ്ത്രീകൾ ഉണർന്നു കഴിഞ്ഞിരിക്കുകയാണ്. ഈ സ്ത്രീകളുടെ മുന്നേറ്റത്തെ തടുപ്പ് നിർത്താൻ ഇനി ഒരു ശക്തിക്കും സാധ്യമാവുകയില്ല. ഈ ഉണർവ്, ഇക്കണ്ട ഉണർവ് കോതമംഗലത്ത് നിന്നാണ്. കോതമംഗലം ചെറിയ പള്ളിയിലെ യാക്കോബായ വിശ്വാസികളുടെ ഉണർവാണ്. ഈ ഉണർവിനെ വ്യാഖ്യാനിക്കാൻ പൊളിമിക്സിന് ത്രാണിയില്ലാത്തതുകൊണ്ട് ആ വ്യാഖ്യാന പടുവിനെ തന്നെ വിളിക്കുകയാണ്. എല്ലാ കാലത്തും പിന്തിരിപ്പന്മാരും പുരോഗമന ശക്തികളും തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ കൂടിയാണ് സമൂഹത്തിൽ മാറ്റങ്ങൾ ഉണ്ടായത്. ഇന്നും സമൂഹത്തിൽ ഈ ഏറ്റുമുട്ടൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. കറക്റ്റ്. സമൂഹത്തിൽ ഏറ്റുമുട്ടൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതാണ് കോതമംഗലത്ത് കണ്ടത്. അതുതന്നെയാണ് ശബരിമലയിൽ കണ്ടത്. ശബരിമലയിൽ ഒരു കാലത്ത് എല്ലാ പ്രായപരിധിയിലുംപ്പെട്ട സ്ത്രീകൾക്ക് പ്രവേശനമുണ്ടായിരുന്ന ക്ഷേത്രമായിരുന്നു ശബരിമല. 1991 വരെ ശബരിമലയിൽ എല്ലാ പ്രായപരിധിയിലുംപ്പെട്ട സ്ത്രീകൾ പോയിക്കൊണ്ടിരുന്നൊരു ക്ഷേത്രമായിരുന്നില്ലേ? 91 കേരള ഹൈക്കോടതിയാണ് ശബരിമലയിൽ 10 വയസ്സിനും 50 വയസ്സിനുമിടയിൽ പ്രായമുള്ള സ്ത്രീകൾ പ്രവേശിക്കാൻ പാടില്ല എന്ന ഉത്തരവ് പുറപ്പെടുവിച്ചത്. 1991 എന്ന് പറയുമ്പോൾ അന്നും LDF സർക്കാരായിരിക്കുമല്ലോ. അന്ന് കേരളം ഭരിച്ച സർക്കാർ ഇടതുപക്ഷ സർക്കാരായിരുന്നു. സഖാവ് EK നായനാർ ഗവൺമെൻറ്റായിരുന്നു. ആ ഗവൺമെൻറ്റിനോട് അന്നത്തെ മന്ത്രിസഭയ്ക്ക് ഹൈക്കോടതി വിധിയോട് യോജിപ്പുണ്ടായിരുന്നില്ല. സ്ത്രീ പ്രവേശനത്തിനെതിരായിട്ട് വന്ന ആ വിധി തെറ്റാണെന്ന് കരുതിയൊരു ഗവൺമെൻറ് ആയിരുന്നു ഇടതുപക്ഷ സർക്കാർ. പക്ഷെ കോടതി വിധിയായതുകൊണ്ട് നായനാർ മന്ത്രിസഭ അത് നടപ്പാക്കിയല്ലോ. കോടതി വിധി എന്തായാലും അത് നടപ്പാക്കേണ്ടതായിട്ട് വരും. അത് അന്ന് വന്നത് 10നും 50നും ഇടയിൽ പ്രായമുള്ള സ്ത്രീകളെ ശബരിമലയിൽ പ്രവേശിക്കരുത് എന്ന വിധി. ഇപ്പോൾ ശബരിമലയിൽ സ്ത്രീ പ്രവേശനം അനുവദിച്ചുകൊണ്ട് സുപ്രീം കോടതി വിധി വന്നപ്പോൾ ഇന്ന് കേരളം ഭരിക്കുന്നത് പിണറായി വിജയൻ ഗവൺമെൻറ്റാണ്. 91 ഹൈക്കോടതി വിധി നടപ്പാക്കിയതുപോലെ ഇപ്പോൾ 2018 സുപ്രീം കോടതി വിധി നടപ്പാക്കാനുള്ള ഉത്തരവാദിത്വം ഇടതുപക്ഷ ഗവൺമെൻറ് ഇല്ലേ? മനസ്സിലായി. നവോത്ഥാനം കോടതി വഴി വരും എന്ന് മനസ്സിലായി. അത് നടപ്പിലാക്കാൻ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും അതിൻ്റെ സർക്കാരും ഒന്നും വേണ്ടല്ലോ. ഒരു കോടതിയാമീനും ആൾക്കാരും പോരെ. ഈ വൈരുദ്ധ്യാത്മക നവോത്ഥാനം മനസ്സിലാവാത്തതിനാൽ നിർത്തുകയാണ്. നന്ദി, നമസ്കാരം.